നമസ്കാരം മൈ ഡിയർ വ്യൂവേഴ്സ്. ഇപ്പോൾ നിങ്ങൾ എന്താണ് അറിയേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് എല്ലാവരും ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ദീർഘമായിട്ടൊന്ന് ഒരു 3 ശ്വാസം വലിച്ച് വിടുക. കാർഡ്സായിട്ട് നിങ്ങളുടെ എനർജി കണക്ട് ചെയ്യാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. കാർഡ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാർഡ്സാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ കാർഡ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതിൽ പല ആളുകളും ഒരു ലൂപ്പിൽപ്പെട്ട് കറങ്ങുന്ന പോലെയാണ്. അവർ എന്തിനോ വേണ്ടി, ഏതോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും വീണ്ടും ആ ഒരു ചെയ്ത കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അവിടെ നിന്ന് അവർക്ക് പുറത്ത് കടക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇതുവരെ. അത് നമ്മളുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷനായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ആലോചിച്ച് നോക്കുക. ഏത് വഴിയാണ് വീണ്ടും വീണ്ടും ആ ഒരു റിപ്പീറ്റേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അത് അവിടെ നിന്ന് മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ, ആ ഒരു റിപ്പീറ്റേഷൻ ലൈഫിൽ ആ ലൂപ്പിൽ നിന്ന് നമ്മൾ പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്നൊരു ഇമോഷണൽ വിഡ്രോവൽ ആവശ്യമുണ്ട്. നമ്മളൊരു കാര്യത്തിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അതിൽ നിന്ന് ഫുള്ളായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാൻ നോക്കുക. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് നമുക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല ഉള്ളത് എങ്കിൽ നമ്മളത് പൂർണ്ണമായിട്ടും യൂണിവേഴ്സിൻ്റെ വിഷിന് വിട്ടുകൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വിഡ്രോവൽ മോഡിലോട്ട്, അങ്ങനെ ഒരു രീതിയിലോട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് യൂണിവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ലൂപ്പ് എന്ന് പറയുന്ന സിറ്റുവേഷൻ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്, ചില ആളുകൾക്ക് അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് ഒരു ബന്ധം അത് നമുക്ക് നല്ലതല്ല എന്ന് നമുക്കറിയാമെങ്കിലും വീണ്ടും വീണ്ടും ആ വ്യക്തിയുടെ പുറകെ പോവുക. അല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ ഒരു നോൺ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ അവരെ പറ്റി ആലോചിക്കുക, വീണ്ടും ആലോചിച്ചുകൊണ്ടേയിരിക്കുക. ആ പഴയ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ച് അവരെ തിരിച്ച് വന്നിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹത്തിൽ നിൽക്കുക. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ ലൈഫിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റക്ക് എനർജിയാണ്. നമ്മളുടെ ലൈഫ് പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുടെ എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എനിക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ പറയാനുള്ളത് ആ ഒരു വിഡ്രോവൽ. അതായത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻസ് സ്വീകരിക്കാം. ഏറ്റവും നല്ല മാർഗ്ഗമാണ് നമ്മൾ കുറച്ചും കൂടെ ബോഡി മൂവ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ യോഗ പോലെയുള്ള പ്രാക്ടീസസ് ചെയ്യുക. അതുപോലെ തന്നെ റൂട്ട് ചക്ര നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും സെക്യൂർഡ് അല്ല എന്നൊരു ഫീലാണ് അവിടെ കിട്ടുന്നത്. ചിലവർക്കത് ജോബായിരിക്കാം. ഒരു പക്ഷേ അവർക്ക് അവരുടെ ആ ജോബിനോട് ഒരു അറ്റാച്ച്മെൻറ്റും തോന്നുന്നുണ്ടാവില്ല. നമ്മളൊരു ജോബ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകത്തേക്കാളും കൂടുതൽ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കൂടെ കിട്ടണം. അപ്പോൾ അങ്ങനെ കിട്ടുന്നില്ലെങ്കിലും വീണ്ടും വീണ്ടും ആ ജോലിയിലോട്ട് കടന്ന് പോയി ചെയ്യേണ്ടി വരുന്നത്, ഇപ്പോൾ ചില ആളുകൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രമല്ല അവിടെ പ്രശ്നം ഉണ്ടാവുക. അവർക്ക് എന്തോ ഒരു കാരണം കൊണ്ട് അവർക്കത് വിട്ടുപോകാൻ പറ്റുന്നില്ല. ഒരു പേടി, അവരുടെ ഉള്ളിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. ഒരുപാട് ഐഡിയാസും ഒരുപാട് കാര്യങ്ങളിൽ വർക്ക് ചെയ്യാനും ഉള്ള താല്പര്യങ്ങളുണ്ടാവും. പക്ഷേ അവർക്ക് അത് ചെയ്യാനായിട്ടുള്ള ഒരു ഫീല് വരുന്നില്ല. ആ ഒരു തുടക്കം കുറിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിനുള്ള മെയിൻ കാരണം അവർക്കൊരു ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഫീലാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു മെഡിറ്റേഷൻ, റൂട്ട് ചക്ര മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബാലൻസിങ്ങിനുള്ള ആസനാസൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനിലോട്ട് കണക്റ്റ് ആവാനും പറഞ്ഞ ഈ ലൂപ്പിൽ നിന്ന് മാറാനും, നിങ്ങളുടെ അതൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങളുടെ ലൈഫിൽ പടുത്തുയർത്താനും നിങ്ങൾക്ക് സാധിക്കും.
ഈ ഒരു സമയം അതിനുള്ള ഒരു സമയമാണ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ ഒന്നും ഇല്ലായിരിക്കാം. നമ്മളുടെ ബാങ്ക് ബാലൻസ് സീറോ ആയിരിക്കാം. ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ ആവാം കടന്നു പോകുന്നത്. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിറ്റുവേഷൻസ് എല്ലാം മാറി വരാൻ പോവുകയാണ്. ഒരു വിഡ്രോവലാണ് അവിടെ ആവശ്യം. നിങ്ങളെ തളർത്തുന്ന, നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു എനർജീനെ എടുത്ത് മാറ്റുന്ന എന്തൊക്കെയോ ഇമോഷൻസിലോ അല്ലെങ്കിൽ എന്തൊക്കെയോ സിറ്റുവേഷൻസിലോ നിങ്ങൾ വീണ്ടും വീണ്ടും പെട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ഈ സമയത്ത്. ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ അനാവശ്യ ടെൻഷൻ വരുന്നതുകൊണ്ട് പഠിക്കേണ്ട ആ പാഠങ്ങൾ പഠിക്കാതെ, ആ ചാപ്റ്റേഴ്സിനെ നോക്കാതെ എന്തൊക്കെയോ ആലോചിച്ച്, ഇനിയിപ്പോൾ എക്സാം ഡേറ്റ് ആയി അങ്ങനെ ഒരു ടെൻഷനാണോ, എന്തുകൊണ്ടോ അങ്ങനെയുള്ള എന്തൊക്കെയോ ചിന്തിച്ച് ആ ഒരു വഴി വീണ്ടും വീണ്ടും ആ ഒരു റിപ്പീറ്റേറ്റീവ് ആയിട്ട് ആ ടാസ്ക് ചെയ്യുന്ന ടാസ്ക്കായിട്ടല്ല, എന്താ പറയുക, നമ്മൾ ആ ഒരു നമുക്കറിയാം അത് ചെയ്യരുത്. ഇപ്പോൾ ചിലപ്പോൾ റീൽസ് കാണുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അത് ചെയ്യരുത് എന്നറിയാം. ഇപ്പോൾ എനിക്ക് ഒത്തിരി വിദ്യാർത്ഥികളുടെ എനർജി വരുന്നു. അപ്പോൾ അത് അവർ വീണ്ടും അവർക്കൊരു വിഷമമുണ്ട്, അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത്. പക്ഷേ അവർക്കത് അവിടെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്കും ഏറ്റവും ഹെൽപ്ഫുള്ളാവുന്ന കാര്യമാണ് ഈ മെഡിറ്റേഷൻ. അപ്പോൾ മെഡിറ്റേഷൻ അതുപോലെ തന്നെ കിടക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിനോട് തന്നെ പറയുക, എന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്ന്. നാളത്തേക്കുള്ള പ്ലാൻ ഇന്നേ തയ്യാറാക്കി വെച്ചിട്ട് കിടക്കാം. ഒരുപക്ഷെ ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ പോലും നാളത്തെ ഒരു ദിവസം നമുക്ക് അങ്ങനെ ചെയ്യുന്നതിൽ വഴി ബെറ്ററാക്കി എടുക്കാനും അതുവഴി ഫ്യൂച്ചർ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനും സാധിക്കും. അതുകൊണ്ട് ഈ ലൂപ്പിൽ പെട്ടുപോകാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളിൽ വർക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ വേണ്ട ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്യാനാണ് ഈ സമയം എനിക്ക് കിട്ടുന്ന എനർജി. സോ വർക്ക് ഓൺ യുവർ ഫൗണ്ടേഷൻ. ദാറ്റ് മീൻസ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ ഇന്നർ പവർ ആൻഡ് വർക്ക് ഓൺ യുവർ പാഷൻ. ബാക്കിയെല്ലാം നിങ്ങളെ തേടി വരും. താങ്ക് യു.